ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ചിക്കൻ നിറച്ച റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓർഡർ എടുക്കലുണ്ട്. അപ്പോൾ എനിക്കിന്ന് ഓർഡർ കിട്ടിയതാണ് 4 ഫുൾ ചിക്കൻ നിറച്ചത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാ സാധനവും ഓർഡർ എടുക്കലുണ്ട് ഞാൻ. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഒരു നാരങ്ങൻ്റെ നീരും ഒഴിച്ച് കൊടുക്കുക. ഫുൾ ചിക്കൻ എടുത്തിട്ട് മുറിക്കാതെ അതിൻ്റെ ഉള്ളും പുറമൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുക്കുക. ഇത് 4 ചിക്കനാണ്. ഇത് മസാല പുരട്ടി വെക്കാനാണ്. ഓവർനൈറ്റ് പുരട്ടി വെച്ചാൽ നല്ലത്, അല്ലെങ്കിൽ 1 മണിക്കൂറെന്നെങ്കിലും തേച്ച് വെക്കാം. ഇനി അതൊന്ന് വരഞ്ഞു കൊടുക്കുക. ഉള്ളും പുറമൊക്കെ നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. മസാല പുരട്ടി വെക്കുക. ഉള്ളിലും പുറത്തൊക്കെ തേച്ച് കൊടുക്കുക. എന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു 10 സവാള കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് അതിലിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിൽ നിറക്കാനും ഗ്രേവിക്കും വേണ്ടിയിട്ടുള്ളതാണത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്കൊരു 3 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വഴറ്റുക. ഇനി അതിലേക്കൊരു 4 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 3 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് അത്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അങ്ങനെ ചിക്കൻ നിറച്ചത് പൊറാട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതൊരു 300 ഗ്രാം അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. 4 കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞതാണ്. ഇനി ചിക്കൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് വഴറ്റിയ മസാല ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കുക. വലിയ കോഴിയാണെങ്കിൽ 2 മുട്ട ഇടും. ഇത് ചെറിയ കോഴി ആയതുകൊണ്ട് 1 മുട്ട ഇട്ടിട്ടോ. ഇനി അതിലേക്ക് മസാല കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക.
എല്ലാ ചിക്കനും ഇതേപോലെ നിറച്ച് കൊടുക്കും. ഇനി ഒരു സൂചി നൂലെടുത്തിട്ട് അവിടെ ഒന്ന് തുന്നി കൊടുക്കുക. മറ്റേ പൊരിക്കുമ്പോഴും വേവിക്കുമ്പോഴൊക്കെ അത് മസാല പുറത്ത് വരും. അത് തുന്നി കെട്ടി കൊടുക്കുക നൂലും സൂചി എടുത്തിട്ട്. ഞാനെല്ലാ ഭക്ഷണ സാധനങ്ങളും ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പലഹാരങ്ങളും പുഡിങ്ങുകളും ചോറ് ഐറ്റംസും ചിക്കനും ബീഫും എല്ലാം മുട്ടമാല, മുട്ട സിർക്ക, പുഡിങ് എല്ലാതും ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഓർഡർ അനുസരിച്ചിട്ട്. പലഹാരങ്ങൾ, ചട്ടിപ്പത്തിരി, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എന്താവശ്യപ്പെട്ടാലും അതുണ്ടാക്കി കൊടുക്കും. ഇനി അതിൻ്റെ കാലൊന്ന് കൂട്ടിക്കെട്ടുക. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നിറച്ച് വെച്ച ചിക്കൻ അതിലിട്ട് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അടച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് കുക്കറിലൊന്ന് കൂക്കിക്കും. അപ്പം നല്ലതുപോലെ വേവും. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കുക. മറ്റത് തീ ഓഫാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വാട്ടി വെച്ച സവാള ഉണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഒരു 1/4 കപ്പ്. ഇല്ലെങ്കിൽ ചിക്കൻ വെച്ചാൽ കരിഞ്ഞു പോകും. ഇനി ചിക്കൻ ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കുക. 4 ചിക്കനും അതിൽ കൊണ്ടുവന്ന് ഒന്ന് അടച്ച് 2 വിസിൽ വരുത്തുക. ചിക്കനൊക്കെ വേവായി 2 വിസിലൊന്ന് ആവിയൊക്കെ പോയി. ഇനി ആ മസാല വഴറ്റിയ ചട്ടിയ വെച്ച് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ചിക്കൻ വേവിച്ച വെള്ളമുണ്ട്, അതും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുക്കറിൽ എങ്ങനെ ആയാലും കുക്കിക്കുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ. ഇനി അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കുക. 2 കയ്യിൽ കൂട്ടിയിട്ട് വേണം മറിച്ചിടാൻ, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും ചിക്കന്. നല്ലോണം വെന്തതല്ലേ. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഇനി ഇതിലേക്ക് നല്ല നെയ്യ് കുറച്ചിട്ട് കൊടുക്കുക. 4 ടീസ്പൂണ് നല്ല നെയ്യ് ഇട്ട് കൊടുക്കുക. RK ആണത്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക.
ഇനി തീ ഓഫാക്കുക, സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.